ഹലോ. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസത്തെ ഹെക്റ്റിക്കായുള്ള ഡ്യൂട്ടിക്ക് ശേഷം നമുക്ക് ഒരു ദിവസം ഫ്രീ കിട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പൊതുവെ സമ്മർ ആയതുകൊണ്ട് തന്നെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നമുക്ക് ഫ്രീ കിട്ടുമ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനാണ് തോന്നുന്നത്. കുറച്ചൊരു 3-4 മാസം കഴിയുമ്പോഴേക്കും വീണ്ടും തണവും കാര്യങ്ങളൊക്കെ വരും. വിൻ്റർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ വീട്ടിൽ ചുരുണ്ട് കൂടിയിരിക്കാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ സമ്മർ വന്ന് നല്ല തണുത്ത കാറ്റും നല്ല ചൂടും ഇളം ചൂടും എല്ലാം കൂടി കൂടി ചേർന്നൊരു നല്ല കാലാവസ്ഥ കണ്ടപ്പോൾ പിള്ളേരൊക്കെ കൊണ്ട് നമ്മൾ പണികളൊക്കെ തീർത്ത് വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മാർക്കറ്റിനുള്ളിൽ കൂടെ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത്. പിന്നെ നമ്മുടെ കൂടെയുള്ള കക്ഷി വിടുവോ? സ്റ്റേവട്ടിനാണെങ്കിൽ കാറെന്ന് വെച്ചാൽ ഭയങ്കര ക്രേസും പ്രാന്തൊക്കെയാണ്. അങ്ങനെ നമ്മുടെ ലക്ഷ്യം പാർക്കായിരുന്നുവെങ്കിലും ആ ലക്ഷ്യങ്ങളൊക്കെ മറന്ന് കുറച്ച് നേരം നമ്മളിത് ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ട വന്നു. സംഭവം ഈ ജർമ്മനി യൂറോപ്യൻ കൺട്രീസിൽ പൊതുവെ അങ്ങനെയാണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് ജർമ്മനിയിലെ കാര്യം അറിയുള്ളൂ. ഈ 1 ഇയറിൽ ഇവിടെ വന്നിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവർക്ക് ഈ ആൻറ്റിക്കായിട്ടുള്ള കാര്യങ്ങളോട് ഭയങ്കര ഒരു ക്രേസാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സിബിഷനുകൾ ഇവിടെ നടക്കും. അപ്പോൾ അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്നും. കുറേ പണ്ടത്തെ ടൈപ്പിലുള്ള പണ്ടത്തെ മോഡലിലുള്ള കുറേ കാറുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുമ്പോൾ നടക്കുമ്പോഴാണ് എനിക്കിതിനോട് അത്ര ക്രേസ് ഇല്ലെങ്കിൽ പോലും എൻ്റെ കണ്ണിൽ പെട്ടെന്നൊരുവൻ കണ്ണിപ്പെട്ടു കേട്ടോ. അതേ കിടക്കുന്ന സാധനം എൻ്റെ അമ്മോ ഒരു വല്ലാത്ത മുതലായിരുന്നു. ഈ മുതലിന് എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കൊണ്ടുണ്ടായിരുന്നു. നമുക്കും പെട്ടെന്നല്ലേ, നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ, പെട്ടെന്ന് ഈ വീഡിയോസ് കണ്ടപ്പോൾ ഏറ്റവും ഫസ്റ്റ് കണ്ണോടക്കിയത് ഇതിലല്ലേ. അടിപൊളിയായിരുന്നു. നല്ലൊരു ആഡംബരമൊത്തൊരു നല്ലൊരു കാറ്, അടിപൊളി സംഭവം. ഇതിനെപ്പറ്റി വലിയ ഗാഹ്യമായ വിവരമൊന്നും എനിക്കില്ലെങ്കിലും കാണാൻ നല്ല ഷെയ്ലുണ്ടായിരുന്നു. അവിടെ നമ്മൾ കുറച്ച് നേരം സ്റ്റക്കായി. അങ്ങനെ തൊട്ടടുത്തുള്ള ബേക്ക് ഹൗസിൽ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശേഖരിച്ചു. കുറച്ച് സാൻഡ്വിച്ചും ബർഗറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ നമ്മൾ കുറച്ച് ചിപ്സ് ജ്യൂസസൊക്കെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് പാർക്കിൽ പോയിരുന്ന് ഞങ്ങൾ വിഭവസമൃദ്ധമായിട്ട് അങ്ങനെ കഴിച്ചു. അപ്പോൾ ഞങ്ങൾ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അന്നത്തെ ഒരു ഈവനിങ് നമ്മൾ ഒരുമിച്ച് സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ബർഗറും കാര്യങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ നല്ലൊരു ഈവനിങ് ആയിരുന്നു.